കോമാലിമാഷ തരാന്നതാ കൂട്ടും മുറിയും കേൾക്കണ്. എന്താണ് ആവോ? ഇല്ല, എന്റെ മോനെ നിങ്ങൾക്ക് തരില്ല. വിടാനാ പറഞ്ഞത്. ഒന്ന് പിടിക്കേ, ഇല്ലെങ്കിൽ എന്റെ മോനെ തല്ലിക്കൊല്ലും. എന്റെ മോനെ ഇങ്ങനെ തല്ലാടാ. ഒരു പെണ്ണ് എങ്ങനെ കൊല്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു വീട് കയറി ഇങ്ങനെ അക്രമം കാണിക്കാൻ നിങ്ങളൊരു മനുഷ്യനാണോ? നീ ആരാ അത് അന്വേഷിക്കാൻ? എന്റെ മകളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആരെതിർത്താലും അവളെ കൊണ്ട് ഞാൻ പോകും. ഒരു തുലുക്കിനും അത് തടയാൻ നോക്കണ്ട. ഈ പുറയിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചിട്ടാ നീ തോന്നിയ സുഖം കാണിക്കണം. എങ്കിലും അയൽവക്കത്ത് ഞങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമുണ്ട്. നീ ഒന്ന് ധൈര്യം കാണിക്കണം. അതിന് ഞാൻ പുറത്തേക്ക് വരാം. ഇവിടെ ഞാൻ സംസാരിക്കുന്ന എന്റെ ഭാര്യയോടാണ്. ഭാര്യയോ? 6-7 വർഷം നിങ്ങളുടെ തല്ലും തൊഴിയും കൊണ്ട് വീട്ടിലെ വീഴ്പ്പലക്കി അടുക്കളയിൽ കിടന്ന് നരയിച്ച് രാവും പകലും ജോലി ചെയ്ത എന്നെ ഭാര്യയായി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടുവേലക്കാരിയുടെ സ്ഥാനമെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? ഇനി നീ മിണ്ടിപ്പോകരുത്. ഇതുവരെ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അനുസരിച്ചവളാണ് ഞാൻ. എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് കരുതി എല്ലാം സഹിച്ചവളാണ് ഞാൻ. ഒടുവിൽ ഒരു ഭാര്യയും പൊറുക്കാത്ത തെറ്റ് എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചെയ്തു. ഒരമ്മയെ സഹിക്കാത്ത ക്രൂരത നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളോട് കാണിച്ചു. ഇനി നിങ്ങൾക്ക് എന്നെ ശാസിക്കാൻ അർഹതയില്ല, ശിക്ഷിക്കാൻ അധികാരമില്ല. നിങ്ങൾ എന്റെ ആരുമല്ല. ഉണ്ടടി, എനിക്ക് നിന്നുള്ള അധികാരമാണ് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടി ഈ താലി. ആണോ? എങ്കിൽ ഈ അധികാരം ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇതാ കൊണ്ടുപോ. ഞാൻ ജഡ്ജസിനെ സ്വാധീനിച്ചാണ് ഇവൾക്ക് ഈ പ്രൈസ് വാങ്ങിച്ചു കൊടുത്തതെന്ന് മിസ് താരാചന്ദ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു. ആരെന്ത് പറഞ്ഞാലും സമ്മാനം കിട്ടിയില്ലേ? അതിന്റെ പാർട്ടിയെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. എനിക്കൊരു ഐഡിയ. ഇത്തവണ സാധാരണ പോലെ സൂപ്പും ഫിഷും ചിക്കനും ഫുഡിങ്ങും പോരാ, ഒരു സ്പെഷ്യൽ ഐറ്റം. അതെന്തോന്ന്? ഇവിടെയൊക്കെ കിട്ടില്ലേ റൂട്ട്? നീളത്തില് എന്ത് റൂട്ട്? ഈ ഒരു തരം സാധാരണ പാവങ്ങൾ തിന്നുന്ന ഒരു തരം റൂട്ട്. യു മീൻ ചേമ്പ്? നോ ചേമ്പ്. കപ്പ. യെസ്, കപ്പ. ന്യൂഡിൽസിനും ഫ്രൈഡ് റൈസിനും പുറമെ ഈ കപ്പ് കൂടി ആയാലെന്താ? വെരി ഗുഡ്. ഒരു നോവൽറ്റി ആയിരിക്കും. ഇൻവൈറ്റീസ് എത്ര പേരുണ്ട്? പറയാൻ വിട്ടുപോയി. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞാൻ മിസസ് കണ്ണനെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അവരുടെ ഫോണിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. കുഴപ്പം ഫോണിനല്ല, മിസ്സിസ് കണ്ണനാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ? മിസ്സിസ് കണ്ണൻ സൂപ്രണ്ട് ജോലിയിൽ നിന്നും കമ്പൽസറി റിട്ടയർ ചെയ്തു. എസ്റ്റേറ്റ് വകയായിരുന്നല്ലോ ബംഗ്ലാവ്, അത് ഒഴിഞ്ഞു കൊടുത്തു. സാർ ഇവിടെ ഇല്ലേ? ഉറങ്ങാണ്. എന്താ? ഈ ഫയലിൽ നിന്ന് പിടിക്കാൻ. അവിടെ വെച്ചേക്കൂ. ശരി. മോളി, അവളെ ഒന്ന് സൂക്ഷിക്കണം. അവളുടെ ഒരു മേക്കപ്പും നടത്തയും നിന്റെ മിസ്റ്ററിന്റെ പ്രായമായെന്ന് സാധുവാണവും കരുതണ്ട. മിണ്ടാ പൂച്ചയാ കലടക്കുന്നത്. അപ്പോ മിസ്സസ് കണ്ണനെ എങ്ങനെയാ വിവരം അറിയിക്കുന്നേ? എന്തിനാ? അവൾ പൊട്ടിയല്ലേ. അവരെവിടെയാ താമസിക്കുന്നത്? സണ്ണില്ലയുടെ കൂടെ ഒരു സാധാരണ കമ്പനി ക്വാർട്ടേഴ്സിൽ. വരൂ, രഘുവിന് ഒരു അത്ഭുതം കാണിച്ചു തരാം. ഐസ് വാട്ടർ ഇല്ലാഞ്ഞിട്ട് ഈ ഡാഡി മമ്മിയും പരാതിപ്പെടില്ല. നിന്റെ ഡാഡി വാങ്ങിച്ചത്? രഘു എന്തേ പറയുന്നത്? ഡാഡിയുടെ കയ്യിൽ എവിടെ നിന്നാ കാശ്? ഞാനിത് വിവേകിൽ നിന്നും ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചതാ. നീ വാങ്ങിച്ച മെക്സിയുടെ കാശ് എന്നോട് കടമല്ലേ? എന്ന് വെച്ച് ഫ്രിഡ്ജില്ലാതെ പറ്റുമോ? ബാക്കി കാര്യം വീണ്ടും പറയാം. രഘു വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യാ. മമ്മിയും ഡാഡിയും കാത്തിരിക്കാൻ നമ്മളെ. എനിക്കും വിശന്നിട്ട് വയ്യ. ഇവിടെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കാൻ അരിയും സാധനങ്ങളും വാങ്ങിച്ചു തന്നാ മതിയോ? ഒരു സർവന്റിനെ വേണമെന്ന് എത്ര ദിവസം കൊണ്ട് പറയുന്നു. എനിക്കാണ് കുക്കിംഗ് അറിഞ്ഞുകൂടാ, മമ്മിക്കാണ് തീരെ വയ്യ. നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോകാം. എന്ന് ഹോട്ടലിൽ പോയി ഇടുന്ന കാശ് ഞാൻ വല്ല വാങ്ങിച്ചോണ്ട് വരാം. എങ്കിലും ഫുൾ തന്തൂരി ചിക്കനും ഞാനും വാങ്ങിച്ചു. ചിക്കനും ഞാനും അല്ല, മൗരങ്ങാടിയില്ലേ ദോശയോ ചപ്പാത്തിയോ കിട്ടുമോ നോക്കട്ടെ. ദോശയോ? മോൻ റെസ്റ്റോറന്റിൽ പോവാണോ? കഴിഞ്ഞ ഒരാഴ്ചയായി ഡാഡി തീരെ ഉറങ്ങിയിട്ടില്ല. മുമ്പേ ഉള്ള ശീലമാണ് രാത്രിയിൽ 2 ലാർജ്. കോച്ചില്ലെങ്കിൽ മുന്തിയ തരം ഇന്ത്യൻ ബിസ്കി ആയാലും മതി, ഒരു ബോട്ടിൽ വാങ്ങിച്ചോണ്ട് വരും. നീ കരയുകയാണോ? നിന്നെ പിരിയുന്നതിൽ എനിക്ക് വലിയ ദുഃഖം.
ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാനത്ര അകലെയൊന്നുമല്ല പോകുന്നത്, തൃശ്ശൂരിലേക്കല്ലേ. ധൈര്യമായിരിക്കും. ജെറിയുടെ വാക്ക് വിശ്വസിച്ച ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ കൂടെ വന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എനിക്കിരിക്കാൻ അറ്റൻഡൻസ് പോലും തികയില്ല. പരീക്ഷയെ രേഖയെന്തിന് ഭയപ്പെടുന്നു? അതിനു മുമ്പ് നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കും. തൃശ്ശൂരിൽ ഒരു നല്ല വീട് കണ്ടെത്തണം. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒളിവ് കളിയൊന്നും വേണ്ട. എന്റെ മുമ്പിൽ വെച്ച് ഏതോ ഒരുത്തിന്റെ കൂടെ ഇരുന്ന് എവൾ കാണിച്ച് തോന്നിവാസം ഉണ്ടല്ലോ, അമ്മയോട് എനിക്ക് പറയാൻ കൊള്ളിയില്ല. നാട്ടുകാർ അറിയേണ്ടത് കരുതിയാ, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ. മോനെ ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കണ്ട. കേൾക്കട്ടെ, ഇപ്പോഴല്ലേ അച്ഛൻ കിടന്നു പോയത്. അതിനു മുമ്പേ മൂത്തോളൊരുത്തിനെ പ്രേമിച്ച് ഇവിടെ തളർന്നിരിപ്പുണ്ടല്ലോ. മറ്റൊരുത്തെ മുഷിഞ്ഞ് വിഴുപ്പ് പോലെ കെട്ടിയവൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി മൂന്നാം പേരെ കൂടെ അഴിഞ്ഞാടാനാണോ അമ്മ തുറന്നു വിടുന്നത്? എനിക്കതറിയണം. എടാ രഘു, ഒരുത്തനെ പ്രേമിച്ച് തളർന്നെന്ന് നീ പറഞ്ഞ മൂത്തവൾ ഞാനില്ലേ? അതിന്റെ ക്ഷീണം നീ സഹിക്കണ്ട. ഇവൾ അഴിഞ്ഞാടെങ്കിൽ നീ പരാതിപ്പെടുകയും വേണ്ട. അവളുടെ ചേട്ടനാണ് ഞാൻ. ചേട്ടൻ? ഈ ചേട്ടൻ പ്രേമിച്ചിട്ടില്ലേ? കല്യാണം കഴിയുന്നതിനും ആ പെണ്ണിനെ കൊണ്ട് ഈ നാട് മുഴുവൻ ചുറ്റിയിട്ടില്ലേ? എന്നോട് മത്സരിച്ചാണോ നിങ്ങൾ ഈ തോന്നിവാസത്തിന് ഇറങ്ങിയത്? അമ്മ ഇത് കേൾക്കുന്നില്ലേ? നിന്നോട് മത്സരിച്ചാലും ഞങ്ങൾ ജയിക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. എവിടെയോ ആണിനാണ് ജയം. ഈ വീട്ടിലെ നെയ്യും പരിപ്പും നിനക്ക് വിളമ്പി ഉപ്പും മോരും ഞങ്ങൾക്ക് തന്നാണടാ ഈ അമ്മ മക്കളെ വളർത്തിയത്. പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ പെൻസിൽ ആർക്കിവിടെ വാങ്ങിച്ചാലും ശാഠ്യം പിടിച്ച് കരയുന്ന നിനക്കേ അത് കിട്ടൂ. നീ കടിച്ചു തുപ്പിയ പെൻസിൽ കുറ്റി കൊണ്ടാണടാ ഞങ്ങളെന്ന് എഴുതിയിരുന്നത്. 5 മക്കളിൽ ആണായി നിന്നെ മാത്രം ലാളിക്കുന്നത് കണ്ട് വേദനിച്ച് വളർന്നവരാണടാ ഞങ്ങൾ. ആ വേദന ഞങ്ങളുടെ ഈ അച്ഛനും അമ്മയും അറിഞ്ഞു കാണില്ല. അടിമകളെ പോലെ, ക്ഷണിക്കാതെ കയറി വന്ന അതിഥികളെ പോലെ ഈ വീട്ടിൽ ജീവിച്ച ഞങ്ങളെ ജോലി ശമ്പളമായപ്പോൾ നീ ഉപേക്ഷിച്ചു പോയതല്ലേ? ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് കയറി വന്നു. രക്ഷിക്കാൻ മേലാത്തവന് ശിക്ഷിക്കാൻ അർഹതയില്ലടാ. പൊയ്ക്കോ, നിന്റെ അവളവിടെ തനിച്ചായിരിക്കും. പൊയ്ക്കോ. അമ്മ കൂടി ചേർന്നില്ല ഇതൊക്കെ പറയിപ്പിച്ചത്. പെൺമക്കളെ തോന്നിവാസത്തിൽ വിടണമെങ്കിൽ ഞാൻ മാറി തരണമായിരിക്കും. ശരി, ഞാൻ പോകുന്നു. എടി, അവൻ പറഞ്ഞു നേരാണോ? നീ ക്ലാസ് കട്ടിട്ട് സിനിമയ്ക്ക് പോയോടി? പോയി. എടി, കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. പറയടി, ആരായിരുന്നു നിന്റെ കൂടെ? ചേച്ചി അടിച്ചു പറയിപ്പിക്കല്ലേ? അടിക്ക്, എന്നിട്ട് പറയാം. അരപ്പട്ടിണിയും ഇവിടുത്തെ കഷ്ടതയും കണ്ടുമടുത്താണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. അതിനിടയ്ക്ക് ഒരാശ്വാസത്തിന് വേണ്ടി ഞാൻ സിനിമയ്ക്ക് പോയി. ഇനി എന്റെ കൂടെ ആരായിരുന്നു എന്ന് ചേച്ചിക്കറിയണോ? ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന രവി. അപ്പോ നീ ഈ പ്രാരബ്ധങ്ങൾക്കിടയിൽ നിങ്ങൾക്കതിന് കഴിയില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ തളർന്നു കിടക്കുന്ന ഈ അച്ഛനാണോ എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത്? ഇത്രയധികം കാര്യങ്ങൾ അറിയുന്നവളാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കില്ല. നിന്നെ അടിച്ച് തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്നാൽ എന്റെ അനിയത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആരെ സ്നേഹിക്കുന്നതിലും കല്യാണം കഴിക്കുന്നതിലും ഈ വീട്ടിൽ ആർക്കും ഒരു എതിർപ്പ് കാണില്ല. അതിനു മുമ്പ് പഠിച്ചു പാസ്സായി ഒരു ജോലി സമ്പാദിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ ഭാവിക്ക് വേണ്ടി. സുശീലയെ നോക്ക്, അവൾ പഠിച്ചൊരു ജോലി നേടിയിരുന്നെങ്കിൽ ഈ കഷ്ടത്തിൽ ചേരുമായിരുന്നില്ല. വരുമാനമുള്ള ഒരു ജോലി ഈ നാട്ടിൽ ഏത് പെണ്ണിനും ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവൾ ഇന്നും അടിമയായി ജീവിക്കേണ്ടി വരും. അതോർത്തെങ്കിലും നീ പഠിക്ക. വിമല, ഒരു വിവാഹമോചന കേസ് ഫയൽ ചെയ്യാൻ ഒരു സ്ത്രീ അകത്തു വന്നിരിക്കുന്നു. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തക്ക കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല.
ആൻഡ് ഷീ ഫീൽസ് ഡെലിക്കേറ്റ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ സ്ത്രീകൾ തമ്മിലാകുമ്പോൾ എല്ലാം വിശദമായി സംസാരിക്കാമല്ലോ. വിമല അവരെ പുറത്തു വിളിച്ചു കൊണ്ടുപോയി എല്ലാം വിശദമായി സംസാരിക്കും. ഓക്കെ? ഈ വിവാഹമോചനം ഞാൻ ആഗ്രഹിച്ചതല്ല. എന്നോട് ഇങ്ങോട്ടില്ലെങ്കിലും എന്റെ ഭർത്താവിനെ എല്ലാം മറന്ന് സ്നേഹിക്കുന്നവളാണ് ഞാൻ. പിന്നെന്തിനിപ്പോൾ ഭർത്താവിനെ പിരിയാൻ തുടങ്ങുന്നു? ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു വരനെ വിലക്കെടുത്തെന്ന് പറയുന്നതാവും ശരി. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ എന്റെ ഭർത്താവ് എല്ലാം എന്നോട് പറഞ്ഞു. അയാളുടെ പഴയ കാമുകിയെക്കുറിച്ചും അവളെ പിരിയാനുണ്ടായ കാരണവും എല്ലാം. കന്യകയായ ഒരു സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇവിടെ പുരുഷന് നിർബന്ധമാണ്. എന്നാൽ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാത്ത ഒരു വരനെ ആഗ്രഹിക്കാൻ ഒരു സ്ത്രീക്ക് ഇവിടെ അവകാശമില്ലല്ലോ. അതുകൊണ്ടാവാം എല്ലാം തുറന്നു പറഞ്ഞ് എന്റെ ഭർത്താവിനോട് എനിക്കിഷ്ടക്കേട് തോന്നിയില്ല. ബഹുമാനം വർദ്ധിച്ചതേ ഉള്ളൂ. പക്ഷേ എന്താ, 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും വിജയൻ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മനസ്സിൽ ഇന്നും അവളേ ഉള്ളൂ, ആ പഴയ കാമുകി. പാല് വേണ്ട, കുടിക്കുന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു സൗകര്യം തരില്ല. ഞാൻ ഇന്നും പ്രസവിക്കാത്തതിന്റെ കാരണം അവളുടെ ശാപമാണെന്ന് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തുന്നു. എല്ലാം സഹിച്ചവളാണ് ഞാൻ. എന്നാൽ ഇപ്പോ എന്തുണ്ടായി? പറയൂ വിജയേട്ടാ, എന്തുണ്ടായി? എന്തുണ്ടായി? ഇന്ന് ഞാനിന്ന് അവളെ കണ്ടു. ഇങ്ങോട്ട് മാറ്റമായതിനു ശേഷം വിജയൻ വീണ്ടും അവളെ കണ്ടു. പിന്നീട് അയാളിൽ കണ്ട അസ്വസ്ഥത എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർക്കിടയിൽ ഞാൻ എന്തിനു തടസ്സമാവണം? അവൾ ഇന്നും അവിവാഹിതയാണത്രേ. അതുകൊണ്ടാണ് ഞാൻ വിവാഹമോചനം ആവശ്യപ്പെടുന്നത്. വിമല എന്തിനാണ് എന്നെ ഇവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞത്? പഴയ ബന്ധം പുതുക്കാൻ. ഇപ്പോഴത്തെ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് നമുക്ക് വിവാഹം കഴിച്ചുകൂടെ എന്ന് ആലോചിക്കാൻ. അല്ലെങ്കിൽ രഹസ്യമായെങ്കിലും ഒരു ബന്ധം. വിമലേ, 50,000 രൂപയും ഒരു ജോലിയും പ്രതിഫലം വാങ്ങി സ്വീകരിച്ച ഒരു ഭാര്യയെ അല്ലാതെ താൻ എന്തിനു വേദനിപ്പിക്കുന്നു, കണ്ണീര് കുടിപ്പിക്കുന്നു? ഓ, നീ രാധയെ കണ്ടുമില്ലേ? ഞാനവളെ വേദനിപ്പിച്ചെങ്കിൽ അത് മനഃപൂർവ്വമല്ല. മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ ഇന്ന് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നീയാണ് അതിന്റെ കാരണക്കാരി. അല്ലെങ്കിൽ ഞാൻ നിന്നോട് ചെയ്ത തെറ്റിൽ എനിക്കുണ്ടായ കുറ്റബോധം. താൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുമ്പെങ്ങോ നമ്മൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതന്നേ കഴിഞ്ഞു. ഞാനത് മറന്നു. നുണയാണ് നീ പറയുന്നത്. ആ ബന്ധം ഓർത്തുകൊണ്ടല്ലേ നീ ഇന്നും അവിവാഹിതയായി കഴിയുന്നത്? മിസ്റ്റർ വിജയൻ, താനൊരു വിഡ്ഢിയാണ്. പണ്ടെങ്ങോ പരിചയപ്പെട്ട തന്നെ പോലെ നട്ടല്ലില്ലാത്ത ഒരുത്തിന് വേണ്ടി ഇന്നും കാത്തിരിക്കുന്ന നിത്യകന്യകയാണ് ഞാൻ എന്നാണോ താൻ ധരിച്ചത്? ഞാൻ ഇന്നും അവിവാഹിതയായി കഴിയുന്നതിന്റെ കാരണം എന്റെ സ്വഭാവത്തിനും പ്രൊഫഷനും പദവിക്കും ഒപ്പം നിൽക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്താത്തത് കൊണ്ടാണ്. ഇന്നത്തെ എന്റെ സങ്കല്പത്തിലുള്ള ആ ഭർത്താവിന്റെ യോഗ്യത വെറും ഒരു സബ് ഇൻസ്പെക്ടറായ തനിക്കില്ല. നിങ്ങളുടെ കേസ് കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തീർക്കാൻ ഉദ്ദേശിച്ചാണ് ഞാൻ രാധ ഇവിടേക്ക് ക്ഷണിച്ചത്. ഭർത്താവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലോ. അയാൾക്ക് പഴയ കാമുകയെ സ്വീകരിക്കാൻ തടസ്സമാവരുതെന്ന് കരുതിയല്ലേ രാധ ഈ വിവാഹമോചനം ആവശ്യപ്പെടുന്നത്? അതെ, രാധ ഉദ്ദേശിക്കുന്ന തരത്തിൽ
ആ കാമുകയെ നിങ്ങളുടെ ഭർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലോ? പഴയ കാമുകയും പിന്നീട് വന്ന ഭാര്യയും ഒരുമിച്ച് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ സ്ഥിതി ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ വരില്ല. അവൾ ഇന്നും അവിവാഹിതയെ കഴിയുകയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ശരിയാണ്. പക്ഷെ അവൾ വിവാഹം കഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ കുടുംബം തകർക്കാനോ തമ്മിൽ പിരിക്കാനോ അല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവൾ കടന്നു വരികയുമില്ല. മിസ് വിമലയ്ക്ക് അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ ഭർത്താവിന്റെ ആ പഴയ കാമുകി ഞാനായതുകൊണ്ട്.